മാസങ്ങളോളം രോഗികൾ ഓപ്പറേഷന് കാത്തിരിക്കുമ്പോൾ ദയവായി നിങ്ങൾ ഡോക്ടർമാരെ കുറ്റം പറയരുത്. നിങ്ങളുടെ വേദനയും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല, അഹങ്കാരം കൊണ്ടോ കൈക്കൂലി തരാത്തതുകൊണ്ടോ അല്ല, പലരോടും അപേക്ഷിച്ച് നടന്നിട്ടും യാതൊരു പരിഹാരവും ഇല്ലാത്തതുകൊണ്ടാണ് പൊതുജനങ്ങളുടെ മുന്നിൽ വകുപ്പ് മേധാവി എന്ന നിലയിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പ് മേധാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ഇനി നമുക്കിത് തപ്പിയാൽ കിട്ടില്ല. ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹം ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ ആരോഗ്യമന്ത്രി നേരത്തെ പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ആ ഡാറ്റ ശരിയാണെങ്കിൽ ഹാരിസ് ചിറക്കലിന്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്തിനെന്നുൾപ്പെടെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആരോഗ്യവകുപ്പിന് നേരെ ഉയരുന്നുണ്ട്. സർക്കാർ ആരോഗ്യ സംവിധാനത്തെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടി ഇട്ട പോസ്റ്റാണ് ഹാരിസ് ചിറക്കലിന്റേത് എന്നുള്ളതാണ് ഈ അധികൃതരുടെയൊക്കെ പ്രതികരണം. പോസ്റ്റ് DME നൽകിയ മറുപടിയാണ്. പോസ്റ്റ് ദൗർഭാഗ്യകരമെന്നും പറഞ്ഞതെല്ലാം തെറ്റാണെന്നും പറയുന്നു DME വിശ്വനാഥ്. ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് തികച്ചും ഒരു തെറ്റെന്ന് തന്നെ പറയാം. അത് അകത്ത് പേഷ്യന്റ് അകത്തോട്ട് പോകുന്ന ഒരു പ്രോബാണ്. അപ്പൊ അതിലൊരു ഡാമേജ് വന്നുകൊണ്ട് ഒരു കേസ് മാറ്റിവെച്ചു. 4ാമത്തെ കേസ് വന്നപ്പോഴാണ് ഇതിൽ ഡാമേജ് വരുന്നതും ആ ഡാമേജ് വന്നുകൊണ്ടാണ് ഈ കേസ് മാറിപ്പോയത്. വേറൊരു HOD ഇത്തരത്തില് മീഡിയയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇന്നലെ ഇവിടെ HOD ഉണ്ടായിരുന്നു, വേറൊരു മീറ്റിംഗിന് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോഴും ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള ഇത് നമ്മൾ അന്വേഷിക്കണം. ഇട്ട പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞതിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. തനിക്ക് പരാതിപ്പെടാനാകുന്ന ആളുകളോടൊക്കെ പറഞ്ഞു മടുത്തിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടതെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. അത് പോസ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് പോസ്റ്റ് എഴുതിയത്. അപ്പോൾ രാവിലെ ഞാനത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും DME ഒക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ എനിക്ക് ആദ്യം ഉറപ്പ് തന്നു, ഇതെല്ലാം പരിഹരിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് പരിഹരിക്കാം എന്ന് ഉറപ്പ് തന്നതാണ്. പോസ്റ്റ് പിൻവലിക്കണം, അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ പല പ്രാവശ്യം ഇതുപോലെ ഉറപ്പുകൾ ഇതിനു മുമ്പ് തന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാവുന്നത് ഞാൻ പോസ്റ്റ് പിൻവലിച്ചില്ല. അതുപോലെ തന്നെ ആ അഭിപ്രായങ്ങൾ തന്നെയാണ്. അഭിപ്രായങ്ങൾ മാറാനുള്ള യാതൊരു കാരണവും ഒന്നുമില്ല. സംവിധാനത്തെ നാണം കെടുത്താൻ എന്താണ്? സംവിധാനത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ഉപകരണം ഇല്ലാതെ പേഷ്യന്റ് ഓപ്പറേഷൻ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ പേഷ്യന്റ് ഡെത്താകുന്നതിനെ കൂടുതൽ നാണക്കേട് വേറെ എന്താണുള്ളത്? ഫേസ്ബുക്കിലൂടെ ഒരു തുറന്നു പറച്ചിൽ, അത് അത്യന്തം ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. പിന്നീട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും ഡോക്ടർ ഹാരിസ് ബിരാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. സംവിധാനത്തിന് നേരെയുള്ള എന്റെ ചോദ്യങ്ങളാണ്, വിമർശനങ്ങളാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. യാഥാർത്ഥ്യമാണെന്ന് അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഈ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ, അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത്യന്തം ഗൗരവതരമാണ്. പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ആശുപത്രി സൂപ്രണ്ടിനും DME ഒക്കെ സംസാരിക്കുകയും ചെയ്യുന്നത്. യാഥാർത്ഥ്യം എന്താണ്? ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ കാരണമായത് എന്താണ്? നിലവിൽ ആ പോസ്റ്റിന്മേൽ ഉണ്ടാകുന്ന തുടർ നടപടി എങ്ങനെയാകും? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണങ്ങളുടെ അപര്യാപ്തതയെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്ന് കാട്ടി ഇന്നലെയാണ് ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന യൂറോളജി വകുപ്പ് വിഭാഗം മേധാവി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഇന്ന് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇതിനെ സാധൂകരിക്കും വിധം ഇട്ടിരുന്നു. ഇങ്ങനെ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടായി. ഇത് വാർത്തയായതോടുകൂടി മന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും PS വിളിച്ച് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഡോക്ടർ പിന്നീട് വ്യക്തമാക്കിയത്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്തുവെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹാരിസ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഹാരിസ് ആവർത്തിച്ചു. ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ തനിക്കെതിരെ നടപടി ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഹാരിസ് പറഞ്ഞു വെക്കുന്നത്. തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരാളുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആ പോസ്റ്റിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉപകരണങ്ങളൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓഫീസുകൾ കയറി ഇറങ്ങി തൻ്റെ ചെരുപ്പ് തേഞ്ഞു ഈ പറയുന്ന ബ്യൂറോക്രസി സംവിധാനത്തോട് ഏറ്റുമുട്ടാനില്ല എന്നൊരു കാര്യം കൂടി ആ പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ DMEയുടെയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെയും പ്രതികരണം വന്നു. അത്തരത്തിലൊരു വാദം ശരിയല്ല. ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു ശസ്ത്രക്രിയ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് പക്ഷേ അടിയന്തര സ്വഭാവമുള്ള ഒരു ശസ്ത്രക്രിയ ആയിരുന്നില്ല. മറ്റ് ആരോപണങ്ങളെല്ലാം ഈ പറയുന്ന ആരോഗ്യവകുപ്പിനെ മോശമാക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് DMEയുടെ വാദം. ഒടുവിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. വിഷയത്തിൽ അന്വേഷണം നടത്തും എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഹാരിസ് ഇങ്ങനെ ചെയ്തു എന്നൊരു വാദം ഉയർത്തുമ്പോഴും ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചിട്ടുണ്ട് എങ്കിൽ
കൃത്യമായ ഇടതുപക്ഷ അനുഭാവിയാണ് ഹാരിസ് എന്ന കാര്യം മനസ്സിലാകും. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ പോസ്റ്റ് എന്ന് പറയുന്നത് എം സ്വരാജിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. ആ പോസ്റ്റിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെയാണ് എന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ തീവ്രമായ നിലപാട് പറയുന്ന ഒരാളാണ്. ജനീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകളുമൊക്കെ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. ചട്ടലംഘനമാണ് ഇത്തരം രാഷ്ട്രീയ പോസ്റ്റുകൾ എന്ന കാര്യത്തിൽ നല്ല ബോധ്യമുള്ള ആളാണ് ഈ പറയുന്ന ഹാരിസ് ചിറക്കൽ. ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഞാൻ തന്നെയാണ് ആ പോസ്റ്റുകൾ ഇട്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ചട്ടലംഘനമായിട്ട് കൂടി അത്തരത്തിൽ ഇടതുപക്ഷ സ്വഭാവമുള്ള പോസ്റ്റുകൾ, പിന്തുണയുള്ള പോസ്റ്റുകൾ ഇടുന്ന ഒരാൾ എന്തുകൊണ്ട് ആരോഗ്യവകുപ്പിനെ മോശമാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് ഉയരുന്ന ഒരു മറു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഹാരിസിനെതിരെ ഒരു നടപടിയിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉള്ള തുറന്നുപറച്ചിലുണ്ട്. ആ തുറന്നുപറച്ചിലിൽ നടപടി ഉണ്ടാകും. പക്ഷേ നടപടി ഉണ്ടായാലും തന്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഹാരിസ് ഒടുവിലും പറഞ്ഞു വെക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും. അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. ഒരു കഴിഞ്ഞ വർഷം 360 ദിവസമാണ് അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്തത്. താൻ പഠിച്ചത് സർക്കാർ ആശുപത്രിയിലാണ്. അത് പാവങ്ങളുടെ പണം കൊണ്ടാണ്. അവരെ സേവിക്കുക, അവരെ ശുശ്രൂഷിക്കുകയാണ് എൻ്റെ ദൗത്യം എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്മേലാണ് സർക്കാർ ആശുപത്രിയിൽ തുടരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളെ പറ്റിയൊക്കെ ഈ പോസ്റ്റിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയിരുന്നു. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്, അതായത് ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. മാത്രമല്ല, യൂറോളജി വിഭാഗം മേധാവി കൂടിയായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും വീണ ജോർജ് പറയുന്നു. നൂറുകണക്കിന് രോഗികൾക്ക് ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, അതുകൊണ്ട് അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എത്ര ഷെഡ്യൂൾ ചെയ്തു, എത്ര സർജറി ഷെഡ്യൂൾ ചെയ്തു, എത്ര എണ്ണം നടന്നു, കഴിഞ്ഞ മാസം എത്ര നടന്നു, അതിന് മുമ്പത്തെ മാസം എത്ര നടന്നു, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, എന്തുകൊണ്ട് DME മിനിസ്റ്റർക്ക് ACSന് റിപ്പോർട്ട് ചെയ്തില്ല, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടല്ലോ, അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് നോക്കിയപ്പോൾ അപ്പോഴാണ് DME ഡേറ്റകൾ അയച്ചു തന്നിട്ടുള്ളത്. പക്ഷേ എവിടെയെങ്കിലും ലാപ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കാമല്ലോ. അത് നമുക്ക് നോക്കാം. അത് പരിശോധിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൂടി നോക്കാം. ആരോഗ്യമന്ത്രി വിഷയത്തിൽ പരിശോധിച്ചതിന് ശേഷം നടപടി എന്നുള്ളതാണ് മന്ത്രിയുടെ പ്രതികരണം. ഇനി സ്വാഭാവികമായിട്ടും ഇത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. ഒരുപാട് നേട്ടങ്ങളും ഖ്യാതികളും ഒക്കെ ഉണ്ട് മെഡിക്കൽ കോളേജിന്റെ പേരിൽ. പക്ഷെ പലപ്പോഴും അവിടെ പല പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. എന്താണ് പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിന്മേൽ പറയാനുള്ളത് നമുക്ക് നോക്കാം. പൊതുജനം പറയട്ടെ. ഇപ്പോൾ ഡേറ്റ് ഇട്ടാൽ കൃത്യമായി തന്നെ ഇത് കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ചികിത്സയും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാം കിട്ടുന്നുണ്ട്. ഈ ഡോക്ടർമാരുടെ ഞാനിപ്പോൾ തിങ്കളാഴ്ച വന്നത്. ഇന്നുവരെ എത്ര നേരം വരെ കുഴപ്പമില്ല. നല്ല ഇതൊക്കെ തന്നെയാണ്. ചികിത്സ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 100 രൂപ കൊടുത്തെങ്കിലേ പിന്നെ എക്സ്റേ പോലും എടുക്കത്തുള്ളൂ. പൈസ കൊടുത്തെങ്കിലേ എക്സ്റേ എടുക്കത്തുള്ളൂ. പൈസ കൊടുക്കാതെ എക്സ്റേ എടുക്കത്തില്ല. നമുക്ക് ഈ ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ വൈകാറുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, വൈകുന്നില്ല. അവർ പറയുന്ന ഡേറ്റിൽ ചെല്ലുമ്പോഴേക്കും ടൈം പറയുമ്പോഴേക്കൊക്കെ കിട്ടാറുണ്ട്. സംതൃപ്തിയാണ്. ചികിത്സയൊക്കെ ഡോക്ടർമാർ നല്ല രീതിയിൽ തന്നെ ഇടപെടുന്നു. പിന്നെ ജനബാഹുല്യം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ടെസ്റ്റിനൊക്കെ ഡേറ്റ് തന്നാലൊക്കെ അതൊക്കെ എങ്ങനെയാണ്? അതെല്ലാം കൃത്യസമയത്ത് നടക്കുകയാണ്. അവർ പറയുന്ന ടൈം നമുക്ക് തരും. ഇവിടുത്തെ ചികിത്സ എങ്ങനെയാണ്? എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഇവിടെ ഞാൻ വന്നതിൻ്റെ അന്ന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായി. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇവിടുത്തെ ആൾക്കാർ എന്തെങ്കിലും ചോദിക്കുമ്പോഴേ കൃത്യമായിട്ടുള്ള ഒരു വഴി പറഞ്ഞു തരത്തില്ല. എവിടെ അങ്ങ് പോകും ഇങ്ങ് പോകും എന്നൊക്കെ പറയും. നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ 1 മണിക്കൂർക്കും കൂടുതലാവും. നമ്മൾ തന്നെ സ്വയം എത്തേണ്ട ഒരു അവസ്ഥ. ലാബിൽ നിന്ന് പറയില്ല. ഒട്ടും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാളല്ല. ചികിത്സ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഉപയോഗം വന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര അങ്ങ് ഛർദിലും ഭയങ്കര ഇതായിട്ട് വന്നിട്ട് ഇന്നാണ് ഒരു ഡോക്ടർ വന്ന് എൻ്റെ രോഗമല്ല ഡിസ്ചാർജ് ചെയ്തു തന്നത്. അതുവരെ ജൂനിയർമാർ വരിക പോവുക, യാതൊരു പരിഗണനയും ശ്രദ്ധയും ഇല്ലായിരുന്നു. എത്ര ദിവസം അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു? ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. 5-ൻ്റെ ചൊവ്വാഴ്ച 24-ാം തീയതി അഡ്മിറ്റാക്കി OP വന്ന് അവിടുന്ന് എനിക്ക് മൂത്രത്തിൽ പഴുപ്പിൻ്റെ അസുഖമെന്നും പറഞ്ഞ് അഡ്മിറ്റ് ആക്കണത്. പാൻഡോപ്പെന്നും പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക്, വേറെ മരുന്നുകളൊന്നുമില്ല. ഇൻസുലിൻ എടുത്ത് പിന്നെ ഷുഗർ കൂടുതലുള്ളതുകൊണ്ട്, അല്ലാതെ CT സ്കാൻ എടുത്ത് എന്ന് പറഞ്ഞിട്ട്
നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടും അവരതിനൊരു ഇതില്ല. സീനിയർ ഡോക്ടർമാരെ കാര്യം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? സീനിയർ ഡോക്ടർമാർ അവർ പറയുന്നില്ല, നമുക്കിത് അറിയില്ലല്ലോ, നമ്മൾ ആദ്യമായിട്ട് പുതിയതായിട്ട് വരുന്നില്ലേ, അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. ഇവർ ജൂനിയർ ഡോക്ടർമാർ വരുന്നു, അവർ നമ്മളോട് പറയുന്ന കാര്യം എന്താണ് ഏതാണ് അവർ ശ്രദ്ധിക്കുന്നില്ല. അതാണ് അതിനകത്തുള്ളത്. ഒരുപാട് ഇതുണ്ട്, ഒരുപാട്. ടെസ്റ്റിനൊക്കെ സമയം മരുന്ന് കൃത്യമായിട്ട് കിട്ടിയില്ലേ? മരുന്ന് ഇത് രണ്ടും തന്നെ ഉള്ളായിരുന്നു എനിക്ക്. വേറെ മരുന്ന് ഇപ്പം തന്നെ സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയോ? സമയത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ CT സ്കാനാണ്. 2300 രൂപ 400 രൂപ അടച്ചാണ്. അത് 7-ാം തീയതി തരത്തോളം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇന്നലെ വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു അത് അത്രയും താമസം വരില്ലല്ലോ ചെന്ന് ചോദ്യമെന്ന് പറഞ്ഞ് ഇന്നലെ ഹസ്ബൻഡ് പോയി ചോദിച്ച് അത് കിട്ടി. അത് കിട്ടിയണൊക്കെ ഡോക്ടർ വേറെ നൈറ്റിനൊരു ഡോക്ടർ വന്നപ്പം പറഞ്ഞു ചെസ്റ്റിൻ്റെ സ്കാൻ കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. ഇന്നത്തെ ഡോക്ടർക്ക് അതിന് അഭിപ്രായമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എല്ലാ രോഗികൾ വരുന്നുണ്ട്, അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായി എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാം നല്ല സൗകര്യമാണ്. നല്ല സൗകര്യമുണ്ട്. നന്നായിട്ട് പോകുന്നു. എന്ത് ചികിത്സയ്ക്കാവുന്നത്? ഈ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായി ഡേറ്റ് ചെയ്ത് നടക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ടെസ്റ്റുകൾ പല സ്ഥലത്താണ്, എന്നാലും കുഴപ്പമില്ല, അത് എല്ലാം കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഡോക്ടർമാരുടെ സേവനമൊക്കെ നല്ലതായിട്ടുണ്ട്, എല്ലാം ലഭിക്കുന്നുണ്ട്. നല്ല ചികിത്സ. തിരിച്ച് മടങ്ങുവാണോ? ഈ ടെസ്റ്റിന്റെയും പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായ സമയം കിട്ടി മൊത്തത്തില്? ചികിത്സകളൊക്കെ സൂപ്പറാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജീവനക്കാരൊക്കെ നല്ല സഹകരണവും. ടെസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് അവർ പറയുന്ന ഇത്ര മണിക്കൂറിനകത്ത് വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് തരാമെന്ന് പറയും. കറക്റ്റ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് തന്നെ. പിന്നെ ഫ്രണ്ട് സെക്യൂരിറ്റി എല്ലാവരും നല്ല സഹകരണവും, ഡോക്ടർമാരും എല്ലാം നല്ല സഹകരണമാണ്. ജനങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതിൽ അവരുടെ പ്രശ്നങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിട്ടുന്ന സേവനം ഏറ്റവും മികച്ചതാണെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുമുണ്ട്. സൂപ്രണ്ടിനോട് താൻ പരാതിപ്പെട്ടു എന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാദം പൂർണ്ണമായും തള്ളുന്നതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ മറുപടി. ഇത്തരമൊരു പരാതി ആദ്യമെന്നും അദ്ദേഹം പറയുന്നു, ഗൗരവമായി പരിശോധിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഒരു ഇൻസിഡന്റ് മാത്രമേ നമുക്ക് ഇപ്പോൾ റിപ്പോർട്ടഡ് ആയിട്ടുള്ളൂ, വേറെ ഒന്നും അധികം റിപ്പോർട്ട് ആയിട്ടില്ല. ഈ കേസ് ഒരു കേസ് മാറ്റിവെച്ച കാര്യമാണ് നമ്മൾ അറിഞ്ഞത്. അതിൽ ഉപകരണങ്ങളുടെ കുറവുണ്ടായിരുന്നു. ഉപകരണങ്ങളല്ല, അതിലുള്ള ഉപയോഗിക്കുന്ന ഒരു അത് കേടായി, ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കേടായി, അത് പുതിയത് വാങ്ങണമെന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമോ? ഇത് കൃത്യമായി പരിശോധിക്കാം. സാധനം വരാനെടുക്കുന്ന ആ ഒരു ഡിലേ അത്രേ ഉള്ളൂ. സാധാരണ നിലയിൽ ഉണ്ടാകുന്ന ഒരു കാലതാമസമാണ്, അല്ലാതെ കാര്യമായിട്ട് മറ്റു പ്രശ്നങ്ങളില്ല. ഇല്ല. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ചിട്ടുള്ള പരാതിയും അതിനെ തുടർന്ന് കേട്ടിട്ടുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിരിക്കുന്നത്. ഇനി നമ്മുടെ ആരോഗ്യരംഗം ഏറ്റവും മികച്ചത് തന്നെയാണ്, ഒന്നാമതാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്നത്.